എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന +2 ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതായത് +2 ലെവൽ പ്രിലിമിനറിയുടെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് +1 +2 പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്, ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുവാണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു 5 ചോദ്യം പറഞ്ഞിട്ട് അത് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് +1 +2 പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഏതൊക്കെയാണ്, അതെല്ലാം ഏത് പാഠഭാഗങ്ങളിൽ നിന്നാണ്, ഇനി വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ ഏതൊക്കെ പാഠഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ചാപ്റ്റർ നമ്മൾ പറയുന്ന പാഠഭാഗങ്ങളുടെ എല്ലാം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എടുത്തു തരണം, ഓക്കെ, ആ ഭാഗത്തിൻ്റെ ക്ലാസ് എടുത്തു തരണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സും എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വരുന്നത് സിവിക്സിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ സിവിക്സിൻ്റെ ഭാഗത്ത് വരുന്ന ആദ്യത്തെ 3 ചോദ്യം ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി FPTP സമ്പ്രദായത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സുകുമാർ സെൻ, അതുപോലെ MKSS, ഈ പറയുന്ന 3 ചോദ്യങ്ങളും വന്നിരിക്കുന്നത് +1 3rd ചാപ്റ്റർ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ ആ പാഠഭാഗങ്ങൾ എവിടെയാണ് എന്നുള്ളതിൻ്റെ PDF കൂടെ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക. +1 പൊളിറ്റിക്കൽ സയൻസ് 3rd ചാപ്റ്റർ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ 3 ചോദ്യം വന്നിട്ടുള്ളത്. ദെൻ അടുത്തത് മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സ്ഥാപകൻ, ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ക്ലാസ് +2, ഓക്കെ, +2 8th ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലാസ് +2 8th ചാപ്റ്റർ. ദെൻ അടുത്തത് ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം, അതുപോലെ തന്നെ ക്ലാസ് +2 17ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും എന്ന് പറയുന്ന 17ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ 3 ചാപ്റ്ററാണ് സിവിക്സിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സിവിക്സിൻ്റെ ഭാഗത്ത് ചോദ്യങ്ങൾ വന്ന 3 ചാപ്റ്ററാണ്. +1 പൊളിറ്റിക്കൽ സയൻസ് 3rd ചാപ്റ്റർ, +2 8th ചാപ്റ്റർ, +2 17th ചാപ്റ്റർ. അപ്പോൾ ഈ ഭാഗം വന്നത്, ഈ ചോദ്യങ്ങൾ വന്ന ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ, +1 തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇത് നമ്മൾ ഒരിക്കൽ ചെയ്തതാണ്. ദെൻ ലാൽ ഡെങ്കയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സ്ഥാപക നേതാവും 1959 ക്ഷാമത്തിൻ്റെ അനുഭവത്തിന് ശേഷം ഒരു വിപ്ലവകാരിയായി ഇന്ത്യക്കെതിരെ 2 ദശാബ്ദകാലം സായുധ കലാപം നയിച്ചു. 1986 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായി ഒത്തുതീർപ്പിലെത്തുകയും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പുതുതായി രൂപീകരിച്ച മിസോറാം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ട്. വിഘടനവാദന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു കോളത്തിൽ തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് ലാൽ ഡെങ്ക എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റി. ഇനി ലാൽ ഡെങ്ക മാത്രമല്ല, നമ്മുടെ ഓപ്ഷനിലുള്ള അങ്കാമി സാഫോ ഫിസോ അദ്ദേഹത്തെക്കുറിച്ചും അവിടെ കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ നാഗാലാൻഡിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. നാഗാ നാഷണൽ കൗൺസിലിൻ്റെ പ്രസിഡന്റ്. ഇന്ത്യക്കെതിരെ ഒരു സായുധ കലാപത്തിന് തുടക്കം കുറിച്ചു. ആദ്യം ഒളിവിൽ പോവുകയും പാകിസ്ഥാനിലെ താമസത്തിന് ശേഷം അവസാനത്തെ 3 ദശാബ്ദകാലം UK രാഷ്ട്രീയ അഭയം തേടുകയും ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് ഖാസി ലെൻഡുബ് ഡോർജി വാങ്സർപ്പ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ലാൽ ഡെങ്കയെക്കുറിച്ച് ചോദിച്ചതും +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ കാണിച്ചു തന്നു. ഇനി വൈദ്യുതി നിയമം വരുന്നുണ്ട് അല്ലേ. ഇതേ വൈദ്യുതി നിയമം വരുന്നത് നോക്കുക. 2003 വൈദ്യുതി നിയമം പുനരുൽപാദനക്ഷമമായ ഊർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. കണ്ടോ, +2 ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ് കേട്ടോ. പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും എന്ന് പറയുന്ന 17ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു ഭാഗമാണ് 2003 വൈദ്യുതി നിയമം പുനരുൽപാദനക്ഷമമായ ഊർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു എന്നവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ആ ഒരു ചോദ്യം വന്നത്. അപ്പോൾ സിവിക്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളായി ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള 3 ചാപ്റ്റർ നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതാണ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ.
ഇനി അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ മൗലിക അവകാശ സംരക്ഷണത്തിനെ കുറിച്ച് അല്ലേ. അപ്പോൾ ഇവിടെ റിട്ട് 226 അനുച്ഛേദം. ദെൻ അടുത്തത് ഹൃദയവും ആത്മാവും 32 അനുച്ഛേദത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. PK തുങ്കൻ കമ്മിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ വരുന്നത് +1 പൊളിറ്റിക്കൽ സയൻസ് 7ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 7, 8 എന്നീ ചാപ്റ്ററുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചാപ്റ്റർ ഉണ്ട്. +1 പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന എല്ലാ ചാപ്റ്ററുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഇവിടെ ചോദ്യങ്ങൾ വന്നതുകൊണ്ട് ലിസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യം ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് PK തുങ്കൻ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ ചോദ്യം വന്നിട്ടുണ്ട്. അല്ലാതെയുള്ള 32ാം അനുച്ഛേദം 226 ഇതെല്ലാം +1 ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ +1 പൊളിറ്റിക്കൽ സയൻസിലെ മുഴുവൻ ചാപ്റ്ററും പഠിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ +1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞ പോലെ ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കേട്ടോ PK തുങ്കൻ കമ്മിറ്റി ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് 1989 PK തുങ്കൻ കമ്മിറ്റി ശുപാർശ ചെയ്തു എന്ന് എടുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PK തുങ്കൻ കമ്മിറ്റിയെക്കുറിച്ച് ടെക്സ്റ്റിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ദെൻ കൺകറന്റ് ലിസ്റ്റ് അല്ലേ, കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ലിസ്റ്റ്, കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സംയുക്ത ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കറക്റ്റായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം, വനങ്ങൾ, തൊഴിലാളി സംഘടനകൾ കണ്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് ലിസ്റ്റുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ആ 2 ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. +1 പൊളിറ്റിക്കൽ സയൻസ് എല്ലാ ചാപ്റ്ററും പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് നമുക്ക് വരുന്നത് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി പണനയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫിസ്ക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ടത് ധനനയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം, ആനുപാതിക നികുതി, മൊത്തം ധനക്കമ്മി, മൊത്തം ചെലവ്, നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എത്രയാണ്. അപ്പം ഇങ്ങനെയാണ് എന്തിൻ്റെ ചോദ്യങ്ങൾ? എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വന്നിട്ടുള്ള +1 +2 പാഠഭാഗങ്ങൾ ഞാനൊന്ന് പറയാം. അപ്പോൾ ആദ്യം ക്ലാസ് 11. ഓക്കെ, 11 +1 ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. എക്കണോമിക്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. തൊഴിൽ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എന്താണ്? തൊഴിൽ. നമ്മളത് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊഴിൽ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് പ്രച്ഛന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ക്ലാസ് 12 9ാമത്തെ ചാപ്റ്റർ എക്കണോമിക്സ് പണവും ബാങ്കിങ്ങും ആ ഒരു ഭാഗത്താണ് നമുക്ക് RBIനെ കുറിച്ചൊക്കെ പറയുന്നത്. ഓക്കെ, പണവും ബാങ്കിങ്ങും എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ അടുത്തത് ക്ലാസ് 12 +2 11ാമത്തെ ചാപ്റ്റർ ഗവൺമെൻറ് ബജറ്റും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമുക്ക് ആനുപാതിക നികുതി, മൊത്തം ധനക്കമ്മി, മൊത്തം ചെലവ്, അങ്ങനെ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നിയമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? ഗവൺമെൻറ് ബജറ്റും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ അവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. +2 എക്കണോമിക്സ് എന്ന് പറയുന്നത്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, ഈ എടുക്കാത്ത ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ എടുത്തു തരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ വന്ന ഏരിയ ഒന്ന് നോക്കാം. ഇവിടെ തൊഴിലില്ലായ്മ, നമ്മൾ പ്രച്ഛന്ന തൊഴിലില്ലായ്മ നമ്മൾ ചെയ്തതാണ് കണ്ടോ. പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്താണ്? പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ? ഒരു കർഷകന് 4 ഏക്കർ കൃഷിഭൂമി ഉണ്ടെന്നും എന്ന് പറഞ്ഞ് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വായിക്കുന്നില്ല കേട്ടോ. പ്രച്ഛന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച് വന്നിട്ടുണ്ട്. പിന്നെ കേന്ദ്ര ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, പണവും ബാങ്കിങ്ങും എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് അവിടെ കറക്റ്റായിട്ട് കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ മോണിറ്ററി ബേസ്,
ഓക്കെ, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ ബാങ്ക് റേറ്റ് നമ്മുടെ ഓപ്ഷനിലുള്ളതാണ്. മൊത്തം ധനക്കമ്മി ഇസ് ഈക്വൽ ടു, മൊത്തം ധനക്കമ്മിയുടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അത് കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ ഇനി വരുന്ന +2 പ്രിലിംസിന്. ഇനി അടുത്തത് ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് +1 ബയോളജിയിലാണ് കേട്ടോ. +1 ബയോളജിയിലാണ്. 22ാമത്തെ ചാപ്റ്ററാണ് രാസീയ ഏകോപനവും ഉദ്ഗ്രഥനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. രാസീയ ഏകോപനവും ഉദ്ഗ്രഥനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് +1 22ാമത്തെ ചാപ്റ്ററാണ് ബയോളജിയിൽ. അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. നോക്കുക, മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഇവിടെ നോക്കുക, ഹൃദയം, വൃക്ക, അന്നപദം എന്നിവയുടെ ഹോർമോണുകൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതെ, വൃക്കയിലെ ജസ്റ്റാ ഗ്ലോമറുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പെപ്റ്റൈഡ് ഹോർമോണായ എറിത്രോപോയസിസ് എന്ന പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്ടോ. അതുപോലെ തന്നെ അന്നപദത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അന്തസ്രാവി കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഹോർമോണുകളുടെ പേര് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ചോദ്യം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബയോളജിയിൽ ചോദ്യം വന്നിരിക്കുന്നത് വൃക്കയുടെ ഹോർമോൺ എന്ന് പറയുന്നത് ഈ ഒരു +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ആസ്പിരിൻ ഏത് ഔഷധ വിഭാഗത്തിൽ പെടുന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ആസ്പിരിൻ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? അത് കെമിസ്ട്രിയിൽ 16ാമത്തെ ചാപ്റ്റർ ഉണ്ട്. രസതന്ത്രം നിത്യജീവിതത്തിൽ +2 ആണ് കേട്ടോ. +2 16ാമത്തെ ചാപ്റ്ററാണ് കെമിസ്ട്രിയിൽ. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വേദനാ സംഹാരികൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനാൾജസിക്കുകൾ നോക്കുക, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കണ്ടോ ആസ്പിരിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ആസ്പിരിൻ എന്നത് എന്താണ്, ഏത് ഔഷധ വിഭാഗത്തിൽ പെടുന്നതാണ് എന്നുള്ളതാണ്. അനാൾജസിക്കുകൾ കണ്ടോ, ഇവിടെ ഹെഡിങ്ങിന് താഴെ അനാൾജസിക്കുകളുടെ താഴെ കറക്റ്റായിട്ട് ആസ്പിരിൻ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ആസ്പിരിൻ, അനാൾജസിക്കുകളെ കുറിച്ചിട്ട് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന 12ാം ക്ലാസ്സിലെ 16ാമത്തെ ചാപ്റ്റർ കെമിസ്ട്രിയിൽ, അവിടെ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അടുത്തത് IT. ഓക്കെ, ITയുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സയൻസിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡറി മെമ്മറി ചോദിച്ചിട്ടുണ്ട് അല്ലേ. സെക്കൻഡറി മെമ്മറിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബാൻഡ് വിഡ്ത്ത് ചോദിച്ചിട്ടുണ്ട്. സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ IT ആക്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. ആ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമുക്ക് ഇതിലെ സെക്കൻഡറി മെമ്മറി, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ ബാൻഡ് വിഡ്ത്ത്, ഗൂഗിൾ ഇതെല്ലാം വന്നിരിക്കുന്നത്. ഈ 4 ചോദ്യങ്ങൾ വന്നിരിക്കുന്നതും +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്നാണ്. IT ആക്ട് വന്നിരിക്കുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്നാണ്. അപ്പോൾ രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ വരുന്ന ഭാഗമാണ് മെമ്മറി. കണ്ടോ, അതിൽ കറക്റ്റായിട്ട് പ്രാഥമിക മെമ്മറി, സെക്കൻഡറി മെമ്മറിയാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. അപ്പോൾ അവിടെ റീഡ് ഓൺലി മെമ്മറി, റാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ദ്വിതീയ മെമ്മറി അഥവാ സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് ഹാർഡ് ഡിസ്ക് ചിത്രസഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഹാർഡ് ഡിസ്ക്. അപ്പോൾ സെക്കൻഡറി മെമ്മറി ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മളോട് ആദ്യം ചോദിച്ചത്. അപ്പോൾ അവിടെ ഹാർഡ് ഡിസ്ക് എന്നുള്ളതായിരുന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടില്ലേ. അപ്പോൾ സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഹാർഡ് ഡിസ്ക്. ബാക്കിയുള്ള ഓപ്ഷൻസ് റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, ഈ കാര്യങ്ങളെല്ലാം വരുന്നത് മെമ്മറിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. സെക്കൻഡറി മെമ്മറി, ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കണ്ടല്ലോ. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ അവിടെ ചോദിച്ചത്. കണ്ടോ, അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജിംബ്,
ടാലി, പേറോൾ സിസ്റ്റം, എറർ റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നും നമുക്ക് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതും +1 തന്നെയാണ് കേട്ടോ, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ജിംബിനെ കുറിച്ചും മോസില്ല ഫയർഫോക്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളോട് ചോദിച്ചത് ബാൻഡ് വിഡ്ത്ത് ആണ്. അതും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചില പ്രധാന പദങ്ങൾ എന്ന് പറഞ്ഞിട്ട് കീ ടേംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബാൻഡ് വിഡ്ത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്ത് എന്നാൽ നിശ്ചിത സമയത്ത് നിശ്ചിത മാധ്യമത്തിലൂടെ അയക്കാവുന്ന ഡാറ്റയുടെ അളവാണ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോദ്യം വന്നത് എന്ത് തന്നെയാണ്, അതുപോലെ തന്നെയാണ് അല്ലേ. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ബാൻഡ് വിഡ്ത്തിൽ ചോദ്യം എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്തിൻ്റെ ചോദ്യം നമുക്ക് വന്നതാണ്. അപ്പോൾ അതും ഈ ഒരു ഭാഗത്ത് നിന്നാണ്, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്നാണ് ബാൻഡ് വിഡ്ത്തിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് കണ്ടോ. ഇനി അത് കഴിഞ്ഞ് അടുത്തത് വന്നിരിക്കുന്നത് സെർച്ച് എഞ്ചിൻ. നമുക്ക് ഗൂഗിളിനെ കുറിച്ച് ക്വസ്റ്റ്യൻ അല്ലേ, സെർച്ച് എഞ്ചിൻ ഏതാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് സെർച്ച് എഞ്ചിൻ, സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വരുന്നുണ്ട് +1. പിന്നെ IT ആക്റ്റിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. ഈ IT ആക്ട് വന്നിരിക്കുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അവിടെ അത് കറക്റ്റായിട്ട് IT ആക്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ വകുപ്പും ഏതൊക്കെയാണ്, ഭാഗം 65, 66, 66B, 66C എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഏതാണ്, IT ആക്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണ്, ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് ഐഡൻറ്റിറ്റി മോഷണം നടത്തുക 66C എന്ന് പറഞ്ഞ് കണ്ടോ, അതിൻ്റെ ശിക്ഷയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ചോദ്യം വന്നത് 66C. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഈ ടേബിളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് +1 +2 ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്ത് ചോദിച്ചത് കഴിഞ്ഞ +2 പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ചാപ്റ്ററുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന +2 പ്രിലിമിനറിയുടെ 2 ഘട്ട പരീക്ഷയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന പാഠഭാഗങ്ങളെല്ലാം പഠിക്കണം. ഇതിൽ പറയാത്ത പാഠഭാഗങ്ങളും പഠിച്ചിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഇതുവരെ ചോദിക്കാത്ത പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറയുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ത്യൻ +1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ട്, എക്കണോമിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തു തരാത്ത പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു തരുന്നതാണ്. നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണെന്ന് ഞാൻ പറഞ്ഞു, ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. ആ പറയുന്ന ചാപ്റ്ററുകളെല്ലാം തന്നെ നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ PDF ഞാനിപ്പോൾ ഈ ചോദ്യങ്ങളും ഇതിൻ്റെ ഭാഗങ്ങളും ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ നോട്ട്സും PDF കാര്യങ്ങളൊക്കെ അവിടെയാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്